ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവീൻ ഭീഷണിപ്പെടുത്തിയ പ്രകാരം ശരിക്കും ശ്രുതി പേടിക്കുകയാണ്. മാത്രമല്ല അയാൾ ഹോട്ടലിലേക്ക് വിളിച്ച സമയത്ത് ശ്രുതി സമ്മതിക്കുകയാണ്, വരാമെന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുകയാണ്. അപ്പം കോള് കട്ട് ചെയ്തതിന് ശേഷം മീര ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്, ഭ്രാന്തായോ നിനക്ക്, എന്തിനാ നീ സമ്മതിച്ചത്? ശ്രുതി ആകെ പെട്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതിനുശേഷം കാണിക്കുന്നത് നവീൻ ആ ഹോട്ടലിലേക്ക് വരികയാണ്. ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് വരുന്നത്. കയ്യിലൊരു ചെറിയ കവറൊക്കെ ഉണ്ട്. അങ്ങനെ ഹാപ്പി ആയിട്ട് വന്നിട്ട് റിസപ്ഷനിൽ ചോദിക്കുകയാണ്. എപ്പോഴും വരുന്ന താമസിക്കുന്ന റൂം നമ്പറിൻ്റെ കീ ചോദിക്കുന്ന സമയത്ത് റിസപ്ഷനിസ്റ്റ് പറയുന്നുണ്ട്, കുറച്ച് മുന്നേ ഒരു പെൺകുട്ടി വന്നിട്ട് അവൾ സാറിൻ്റെ പേര് പറഞ്ഞിട്ട് ആ റൂമിലേക്ക് പോയിട്ടാണുള്ളത്. അപ്പം നവീന് ചിരിച്ചുകൊണ്ട്, ഓ ശ്രുതി നേരത്തെ വന്നു അല്ലേ, ആ ഒരു സന്തോഷത്തോടെ ശ്രുതി പറയാണ്, ഓക്കെ മോളെ ശരി എന്നാലെന്നും പറഞ്ഞിട്ട് മുറിയിലേക്ക് പോവുകയാണ്. അപ്പോൾ മുറിയിലെത്തിയിട്ട് വാതിൽ തുറന്നതും ഒരു പെൺകുട്ടി ഓപ്പോസിറ്റായിട്ട്, അതായത് മുഖ ഓപ്പോസിറ്റ് വെച്ചിട്ടാണ് ഇരുന്നിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ നവീന് ഭയങ്കര സന്തോഷമാവുകയാണ്, ശ്രുതി തനിക്ക് മുന്നേ അവിടെ എത്തിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അയാൾ മുഖത്തോട് മുഖം നോക്കാതെ തന്നെ സംസാരിക്കാൻ തുടങ്ങുകയാണ്. പിന്നിൽ നിന്നുകൊണ്ട് തന്നെ അയാൾ പറയുന്നുണ്ട്, ശ്രുതി നീ എനിക്ക് മുന്നേ നേരത്തെ വന്നു അല്ലേ, ഒത്തിരി നേരമായോ നീ എന്നെ കാത്തിരിക്കുന്നു? നീ വരുമോ ഇല്ലയോ എന്നുള്ള സംശയത്തിലായിരുന്നു ഞാൻ, പക്ഷേ നീ എനിക്ക് മുന്നേ വന്നല്ലോ, സന്തോഷം. അപ്പോഴും ആ പെൺകുട്ടി തിരിഞ്ഞു നോക്കുന്നില്ല, ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതായത് നവീൻ പറയുന്നതൊക്കെ കേട്ടിരിക്കുകയാണ്. അപ്പം നവീൻ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നിന്നെ ഞാൻ എന്താ വിളിക്കേണ്ടത്, ശ്രുതി എന്നോ കല്യാണി എന്നോ? എന്താ വിളിക്കേണ്ടേ? എനിക്കിഷ്ടപ്പെട്ട പേര് ശ്രുതി എന്നാ, ഞാൻ ശ്രുതി എന്ന് വിളിക്കാം. അതിനുശേഷം കയ്യിലിരുന്ന കവർ തുറന്നിട്ട് അതിൽ നിന്ന് മുല്ലപ്പൂ എടുത്തിട്ട് ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട്, നോക്ക് ശ്രുതി, നിനക്ക് വേണ്ടി ഞാൻ മുല്ലപ്പൂ കൊണ്ടുവന്നിരിക്കുക. ഇത്രയും വർഷത്തിനുള്ളിൽ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് പോലും ഇങ്ങനെയൊന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല. എന്നിട്ട് ആ മുല്ലപ്പൂ എടുത്തിട്ട് മണപ്പിച്ച് നോക്കുകയാണ്. അതിനുശേഷം വീണ്ടും പറയുന്നുണ്ട്, എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്, എനിക്ക് നിന്നിൽ അത്രയ്ക്ക് ആഗ്രഹമുണ്ട്. അപ്പോഴും ആ പെൺകുട്ടി തിരിഞ്ഞു നോക്കുന്നുമില്ല, ഒന്നും തിരിച്ച് പ്രതികരിക്കുന്നുമില്ല. അപ്പം നവീൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ ശ്രുതി ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത്? മനസ്സിലായി, ഞാൻ വിരട്ടി വരുത്തിയതിൻ്റെ ദേഷ്യം കാണുമല്ലേ? എനിക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടല്ലേ, നീ അതങ്ങ് വിട്ടുകളാ. ഇന്ന് നീ എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നാൽ മതി, പിന്നെ ഞാൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യേയില്ല. അതിനുശേഷം നീ ആര് വേണമെങ്കിലും വിവാഹം കഴിച്ചോ, എനിക്കൊരു പ്രശ്നവും ഇല്ല. എന്നാൽ പിന്നെ സമയം കളയണ്ട, ഞാൻ നിനക്കേ ഈ പൂവ് ചൂടിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ആ മുല്ലപ്പൂ എടുത്ത് ഒന്നുകൂടെ വാസനിക്കുകയാണ്. അതിനുശേഷം മെല്ലെ ബെഡിലേക്ക് കയറിയിട്ട് ശ്രുതിയുടെ മുടിയിലേക്ക് അത് വെക്കാൻ വേണ്ടി പോയി തലമുടിയുടെ അടുത്ത് കൈകൾ എത്തിയതും പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കുകയാണ്. പക്ഷേ അപ്പോഴേക്കും നവീന് ശരിക്കും ഷോക്കായി പോവാണ്. എന്ന് പറഞ്ഞുകൊണ്ട് ഞെട്ടിക്കൊണ്ട് പിന്നോട്ട് പോവാണ്. അത് മറ്റാരും ആയിരുന്നില്ല, നവീൻ്റെ ഭാര്യ തന്നെയായിരുന്നു. അവളാണെങ്കിൽ അങ്ങേയറ്റം വെറുപ്പോടു കൂടിയാണ് നവീനെ നോക്കുന്നത്. അപ്പം അവൻ ചോദിക്കുന്നുണ്ട്, രജനി അല്ല നീ എന്താ ഇവിടെ? പക്ഷെ അവൾ ഒന്നും സംസാരിക്കാൻ നിന്നിട്ടില്ല, നേരെ ഒരൊറ്റൊന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ് നവീൻ്റെ കവിളിലേക്ക്. രജനി, അയാൾ തൊടുകൈയോടെ വീണ്ടും പറയുന്നുണ്ട്. വീണ്ടും രജനി പൊട്ടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം അവൾ പുച്ഛത്തോടെ വിളിക്കുന്നുണ്ട്, തെരുവ് നായേ, നീയൊക്കെ ഒരാണാണോടാ? ഓഫീസിൽ നിന്നും പറഞ്ഞ് നീ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഇതിനാണോടാ? അപ്പോഴേക്കും നവീൻ ആകെ പെട്ട അവസ്ഥയിലാണ്. അല്ല രജനി, ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. നീ ഒന്നും പറയണ്ട പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നിന്റെ ഭാര്യയായിട്ടാണല്ലോ ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. നിന്റെ കുഞ്ഞിൻ്റെ അമ്മയാവേണ്ടി വന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ലജ്ജ തോന്നുവാ എനിക്ക്. രജനി പ്ലീസ് രജനി. അപ്പോഴും അവൾ വിട്ടുകൊടുക്കുന്നില്ല. ഒരു പെണ്ണിനെ ഭീഷണിപ്പെടുത്തി വരാൻ പറഞ്ഞിരിക്കുക, വൃത്തികെട്ടവൻ. അയാൾ ആകെ ചമ്മി നാറിയ അവസ്ഥയിലാണ്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, ഇത്രയും കാലം നീ എന്നെ ചതിക്കുമായിരുന്നല്ലടാ തെമ്മാടി. അവൻ്റെ ഒരു മുല്ലപ്പൂ എന്ന് പറഞ്ഞുകൊണ്ട് നവീൻ്റെ കയ്യിലിരിക്കുന്ന മുല്ല വാങ്ങി പിടിച്ച് വലിച്ചെറിയാണ്. അതിനുശേഷം അവിടെ നിലത്ത് കിടക്കുന്ന ഒരു വടിയെടുത്തിട്ട് നവീൻ ഒരുപാട് അടിക്കുന്നുണ്ട്. നവീൻ ഇങ്ങനെ ബഹളം വെക്കണം, അയ്യോ അടിക്കല്ലേ അടിക്കല്ലേ എന്ന് പറഞ്ഞു. പക്ഷേ രജനി ഒട്ടും വിട്ടുവീഴ്ച ചെയ്യുന്നില്ല, നന്നായിട്ട് തല്ലിക്കൊണ്ടിരിക്കുകയാണ്. പൊതിരെ തല്ലുകയാണ്, ദേഷ്യം തീരുവോളം. തല്ലുകൊണ്ട് അവസാനം തല്ലുകൊള്ളാതിരിക്കാൻ വേണ്ടി നവീൻ ഇറങ്ങി പുറത്തേക്ക് ഓടുകയാണ്. അപ്പോഴും രജനി വിടുന്നില്ല, പിന്നാലെ പോയി തല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴേക്കും കോറിഡോറിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ അവരെ നോക്കുന്നുണ്ട്. ഒരു സ്ത്രീ പുരുഷൻ ഇങ്ങനെ തല്ലുന്ന കാണുന്ന സമയത്ത് ആൾക്കാരൊക്കെ തട്ടി മാറ്റിയിട്ടാണ് നവീൻ ഉരുണ്ട് വീഴുന്നത്. എന്നിട്ട് വീണ്ടും അവളോട് കെഞ്ചുകയാണ്, പ്ലീസ് എന്നോട് ക്ഷമിക്ക് രജനി, ഞാൻ അറിയാതെ ചെയ്തു പോയതാ. ഹോട്ടൽ മുറിയിലേക്ക് ഒരു പെണ്ണിനെ ഭീഷണിപ്പെടുത്തിയിട്ട് വരാൻ പറഞ്ഞത് നീ അറിയാതെയാണോ? നിന്റെ കൂടെ ജീവിക്കുന്നത് എനിക്ക് അപമാനമാ. നീ എന്നെ ചതിച്ചു, അതുകൊണ്ട് നിനക്ക് നിന്റെ വഴി, എനിക്ക് എൻ്റെ വഴി. അപ്പോഴേക്കും അവളുടെ കൈ പിടിച്ചിട്ട് വീണ്ടും നവീൻ പറയുന്നുണ്ട്, രജനി നീ അങ്ങനെ പറയല്ലേ, നീയും മോളുമാണ് എനിക്കെല്ലാം. അത് മനസ്സിലായി. അപ്പോൾ അവൾ അറുത്ത് മുറിച്ച് പറയാണ്, നീ ഇനി എൻ്റെ ജീവിതത്തിലില്ല, നമ്മൾ തമ്മിൽ ഇനി ഒരു ബന്ധവും ഇല്ല. അപ്പോഴേക്കും നവീൻ ആകെ തളർന്നു പോവാണ്. രജനി എന്നൊക്കെ അയാൾ ദയനീയായിട്ട് വിളിക്കുന്നുണ്ട്. കൊണ്ട് പോവരുത് ഇനി എൻ്റെ മുന്നിൽ, അയാളെ വോൺ ചെയ്തിട്ട് പോവാണ്. അപ്പോഴും അയാൾ വീണ്ടും കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട്, രജനി എന്നെ വിട്ട് പോവല്ലേ, വിടടാ, എൻ്റെ പുറകെ എങ്ങാനും വന്നാ ചെരുപ്പൂരി അടിക്കും ഞാൻ.
ആ സ്ത്രീ അഭിമാനത്തോടെ ഇറങ്ങിപ്പോകുന്നത് നോക്കിയിട്ട് ശ്രുതിയും മീര അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം തകർന്ന അവശനായി നിൽക്കുന്ന നവീൻ്റെ അരികിലേക്ക് രണ്ടുപേരും വരികയാണ്. അപ്പോഴാണ് നവീൻ അവരെ കാണുന്നത്. ആ സമയത്ത് നവീൻ അവരെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. ഹലോ PA സാർ, ചില ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞായിരുന്നല്ലോ, ഇപ്പോൾ നിന്റെ ആഗ്രഹം അടങ്ങിയോ? ശ്രുതി കളിയാക്കുകയാണ്. അപ്പം മീരയും വിട്ടുകൊടുക്കുന്നില്ല. വീട്ടിൽ ഭാര്യയും കുട്ടിയും ഉണ്ട്, എന്നിട്ടും ഒരു പേടിയില്ലാതെ അവൻ കണ്ട പെമ്പിള്ളേരുടെ പുറകെ നടക്കുക. എല്ലാവരും ഇതൊക്കെ കേട്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ശ്രുതി പറയാണ്, നിന്റെ തനി നിറം നിന്റെ ഭാര്യ മനസ്സിലാക്കി. ഇനി ഇതിലും വലിയൊരു ശിക്ഷ നിനക്ക് തരാനില്ല. അതാ അവരോടെല്ലാം തുറന്നു പറഞ്ഞ് അവരെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. അപ്പം പ്രതികാരം നിറഞ്ഞ മനസ്സോടുകൂടിയാണ് നവീനൊക്കെ കേട്ടു നിൽക്കുന്നത്. സ്ത്രീകളെക്കുറിച്ച് നീ എന്താടാ വിചാരിച്ചേ? നീ വരട്ടിയാ ഞാൻ ഇവിടെ വന്ന് നിന്റെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങുമെന്ന് വിചാരിച്ചോ? നവീൻ നാണക്കേട് ചുറ്റിലും നോക്കുകയാണ്. എല്ലാവരും കേട്ടു നിൽക്കുന്നുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ജീവിതത്തിൽ ഇന്ന് വരെ നിനക്ക് ഇങ്ങനെ ഒരു അടി കിട്ടിക്കാണില്ല. നാണം ഉണ്ടോടാ നിനക്ക്? എന്നോട് നീ മുറിയിൽ വരാൻ ആവശ്യപ്പെട്ടില്ലേ? അതുപോലെ വേറെ ആരെങ്കിലും നിന്റെ ഭാര്യയോട് പറഞ്ഞാ സഹിക്കോടാ നീ? നവീൻ എല്ലാവരെയും നോക്കി നാണക്കേടോടുകൂടി നിൽക്കുകയാണ്. അപ്പം മീരയും പറയുന്നുണ്ട്, അവൻ്റെ ഒരു ഭീഷണി. നീ ആരാടാ? തെലുങ്ക് പടത്തിലെ വില്ലനോ? ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നു. അവൻ്റെ നോട്ടം കണ്ടില്ലേ? അടിച്ചവൻ്റെ പല്ല് താഴെ ഇടണം. നവീൻ ഒരു അക്ഷരം പോലും പറയാതെ ഇവർ പറയുന്നൊക്കെ കേട്ട് നിൽക്കുകയാണ് തലയും താഴ്ത്തിയിട്ട്. അപ്പം ശ്രുതി വെല്ലുവിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും. ഇനി നീ എൻ്റെ വഴിയിൽ വരരുത്. നീ കരുതുന്നത് പോലെ ഒരു സാധാരണ പെണ്ണല്ല ഞാൻ. എന്നോട് കളിച്ചാ നിന്നെ ഞാൻ പച്ചക്ക് കത്തിക്കും. അപ്പം മീരയും പറയുന്നുണ്ട്, നിന്റെ ഭീഷണിയൊക്കെ നിന്റെ കയ്യിൽ വെച്ചാൽ മതി. ഇനി വിളച്ചിലെടുത്താലേ നടു റോഡിൽ ഓടിച്ചിട്ട് തല്ലും നിന്നെ. അപ്പം ശ്രുതി പറയുന്നുണ്ട്, ഇനി എൻ്റെ മുന്നിൽ വരരുത്. നിനക്ക് ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ പരിസരത്ത് വരരുത്. അങ്ങനെ ജയിച്ച ഭാവത്തിലാണ് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഒക്കെ തകർന്ന് തരിപ്പണായ അവസ്ഥയിൽ നവീനും. അയാളുടെ ഉള്ളിൽ ഇങ്ങനെ പ്രതികാരം നുരഞ്ഞ് പൊന്തുകയാണ്. സത്യ ആകെ ടെൻഷനിലാണുള്ളത്. അത് കണ്ടുകൊണ്ടാണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ ഈ ആലോചിക്കുന്നേ? കാറിൻ്റെ പണി കഴിഞ്ഞിട്ട് ഇനിയും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ചോദിക്കുമ്പോൾ നാളെ എന്നാണ് പറയുന്നത്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, പണി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇനിയും കുറച്ചുകൂടി കാശ് കൊടുക്കേണ്ടി വരില്ലേ? വേണം. അതിന് ഇനിയും വേറെ കടം വാങ്ങിക്കണം. സച്ചി സങ്കടത്തോടെ പറയാണ്. കാറിൽ കഞ്ചാവ് കടത്തിയവനാണെങ്കിൽ ഇനിയും കിട്ടിയിട്ടുമില്ല. ഇതിനിടയിലൊക്കെ അതാരാണെന്ന് ഞാൻ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ വെറുതെ വിടില്ല ഞാൻ. അത് കേട്ടപ്പോൾ രേവതിക്ക് ഒന്നുകൂടി ടെൻഷൻ ആവുകയാണ്. മഹേഷ് കൂടെ ഉണ്ടെങ്കിലേ അവനെ കണ്ടെത്താൻ പറ്റൂ. പക്ഷേ ഈയിടെയായിട്ട് അവൻ ഒഴിഞ്ഞു മാറുക. ഫോൺ വിളിച്ചാലാണെങ്കിൽ എടുക്കത്തുമില്ല. അപ്പോൾ രേവതി വീണ്ടും പറയുന്നുണ്ട്, അതൊക്കെ അങ്ങ് വിടുന്നേ. ദ്രോഹിച്ചതിനുള്ള ശിക്ഷ ദൈവം കൊടുത്തോളും. ദൈവം കൊടുത്തോട്ടെ, എൻ്റെ വകയുള്ളത് ഞാൻ കൊടുക്കണ്ടേ? കൊടുക്കും ഞാൻ. ഈ ചെയ്തതിനൊക്കെ ആ ദ്രോഹി അനുഭവിച്ചോളും, രേവതി പറയാണ്. അതിന് മറുപടി ഒന്നും സച്ചി പറയുന്നില്ല. അപ്പോൾ രേവതി പറയുന്നുണ്ട്, നാളെ മറ്റന്നാളെയും ഓട്ടോ ഒന്നും ഏറ്റെടുക്കണ്ട. കല്യാണമല്ലേ? ആരുടെ കല്യാണം? നിങ്ങളുടെ ഏട്ടൻ്റെ കല്യാണമല്ലേ മറ്റന്നാൾ? അതൊക്കെ മറന്നോ? അവൻ്റെ ഒരു കല്യാണം ഓർക്കാൻ വേറെ എന്തൊക്കെ കിടക്കുന്നു. അവൻ കാശ് തന്നില്ല. അവൻ്റെ കല്യാണം അങ്ങ് മുടക്കിയാലോ? അയ്യോ, അതൊന്നും വേണ്ട കേട്ടോ, രേവതി പേടിയോടെ പറയാണ്. കല്യാണം കഴിഞ്ഞാൽ അവൻ കാശ് തരില്ലെന്നേ. ഇപ്പോൾ ചെന്നൊന്ന് മുട്ടിയാലോ? രേവതി പേടിയോടെ വീണ്ടും തടയുന്നുണ്ട്. കല്യാണം മുടക്കുമെന്ന് പറഞ്ഞാലേ അവൻ എവിടുന്നെങ്കിലും കാശ് ഒപ്പിച്ചു തരും. അപ്പം രേവതി ചോദിക്കുന്നുണ്ട്, ഇത്രയും വലിയൊരു തുക എവിടുന്ന് സംഘടിപ്പിക്കാനാ? അതിൻ്റെ പേരിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്, അച്ഛനെ വേദനിപ്പിക്കരുത്. അപ്പോൾ സച്ചിയും പറയുന്നുണ്ട്, അച്ഛനെ ഓർത്തിട്ടാ ഞാനൊന്നും ചെയ്യാത്തേ. കല്യാണം നല്ല രീതിയിൽ നടക്കട്ടെ, കാശിൻ്റെ കാര്യമൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. വന്ന് കിടക്ക്, എനിക്ക് നല്ല ഉറക്കം വരുന്നു. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഞാൻ മുടക്കൊന്നും വേണ്ട, ഈ കല്യാണം നടക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. രാവിലെ ശ്രുതി ജോലിക്ക് പോകുന്ന വഴിയിൽ വന്ന് തടഞ്ഞു നിർത്തുകയാണ് നവീന്. എനിക്ക് നിന്നോട് സംസാരിക്കണം. എന്താ ഇനിയും അടി വേണോ? നീ എന്നെ ചതിച്ചു. എൻ്റെ ഭാര്യയെ നീ വിവരം അറിയിച്ച് ഹോട്ടലിലെത്തിച്ചു. അവളോട് നീ വിവരമെല്ലാം പറഞ്ഞു. അപ്പോൾ ശ്രുതി പറയാണ്, ഭാര്യയെ ചതിച്ച് കണ്ട പെൺപിള്ളേരുടെ പുറകെ നടക്കുന്ന നിനക്കൊന്നും ഇതിലും വലിയ മറുപടി വേറൊന്നുമില്ല. ഞാൻ ഇങ്ങനെ ആയിപ്പോയി, എൻ്റെ ഭാര്യയെ ചതിച്ചു. പക്ഷെ നീയോ കല്യാണത്തിന് മുമ്പ് നിന്റെ ഭർത്താവാകാൻ പോകുന്നവനെ ചതിക്കുന്നവളല്ലേ? അപ്പോഴും ശ്രുതി പറയുന്നുണ്ട്, ഇത്രയും കിട്ടിയിട്ട് നീ പഠിച്ചില്ലല്ലേ? മാറാൻ ഭാവവും ഇല്ല. ഓരോന്നും പറഞ്ഞ് എൻ്റെ പിന്നാലെ വരിക. മാറിയിട്ട് ഇനി എന്താ കാര്യം? എൻ്റെ ഭാര്യ എന്നെ വിട്ടു പോയില്ലേ? അവളുടെ വീട്ടിലേക്ക് പോയി. ഇനി ഡിവോഴ്സ് ചെയ്യുന്ന അവൾ പറയുന്നത്. എല്ലാം അറിയുന്ന മാഡം എന്നെ ജോലി ചെയ്ത് പിരിച്ചുവിട്ടു. എൻ്റെ ജോലിയും പോയി. എല്ലാത്തിനും കാരണം നീയാ, നീ മാത്രം. എനിക്കിന് നഷ്ടപ്പെടാനൊന്നുമില്ല, പക്ഷേ നിനക്കാണ് നഷ്ടപ്പെടാനുള്ളത്. അതിലൊന്ന് സുധിയ. എന്നെ ഈ നിലയിലാക്കിയിട്ട് നീ ഇനി അങ്ങനെ രക്ഷപ്പെടണ്ട. അപ്പം ശ്രുതിക്ക് ചെറുതായിട്ടൊരു പേടി വരുന്നുണ്ട്. കല്യാണം കഴിച്ച് നീ സന്തോഷത്തോടെ ജീവിക്കില്ല. നിന്റെ സുധിയുടെ വിവാഹം നടക്കുകയില്ല. അപ്പോൾ ശ്രുതി വിട്ടുകൊടുക്കുന്നില്ല. എന്താ പേടിപ്പിക്കുകയാണോ? പോടാ, പോയി നീ നിന്റെ ജോലി നോക്ക്. ഞാൻ പറഞ്ഞല്ലോ, ഉണ്ടായിരുന്നൊരു ജോലി പോയി. ഇനി എൻ്റെ ജോലി നിന്റെ ജീവിതം ഇല്ലാതാക്കുക എന്നുള്ളതാ.
ഈ നിമിഷം വേണമെങ്കിൽ എനിക്കത് ചെയ്യാം, പക്ഷേ ഇപ്പം ഞാനത് ചെയ്യില്ല. നിന്റെ കല്യാണത്തിന് നാളെ ഞാൻ വരും. ശ്രുതി നിന്റെ കഴുത്തിൽ താലി കെട്ടുന്നതിന് തൊട്ടു മുമ്പ് നിന്റെ ക്ലൈമാക്സ് ആയിരിക്കും. അത് കേട്ടത് ശ്രുതി ശരിക്കും ഞെട്ടുകയാണ്. നീ വിവാഹിതയാണെന്നും നിനക്കൊരു കുട്ടിയുണ്ടെന്നുള്ള കാര്യം എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ വിളിച്ചു പറയും. നിന്റെ കഴുത്തിൽ കെട്ടാൻ വേണ്ടി എടുത്ത താലി പോക്കറ്റിലിട്ടിട്ട് ശ്രുതി അങ്ങ് പോവും. കള്ളം പറഞ്ഞ് ചതിച്ച നിന്നെ എല്ലാവരും വലിച്ച് പുറത്തേക്കിടും. ശ്രുതി പേടിയോടുകൂടിയാണ് കേട്ടു നിൽക്കുന്നത്. അപ്പം നവീൻ പറയുന്നുണ്ട്, സന്തോഷത്തോടു കൂടി ഞാനത് കണ്ടു നിൽക്കും. പിന്നെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് എൻ്റെ മനസ്സിലുണ്ട്, അത് ഞാൻ നാളെ പറയാം. അപ്പോഴേ നാളെ കല്യാണത്തിന് കാണാം എന്നും പറഞ്ഞുകൊണ്ട് നവീൻ അവിടുന്ന് പോവുകയാണ്. ശ്രുതിയാണെങ്കിൽ പേടിയോടുകൂടി നവീൻ്റെ ഓരോ വാക്കുകൾ ഓർത്തോർത്ത് നിൽക്കുകയാണ്. വീട്ടിലെത്തിയതിനു ശേഷം ശ്രുതിക്ക് ഒരു സമാധാനവും ഇല്ല. നവീൻ്റെ വാക്കുകൾ തന്നെയാണ് അവളുടെ മനസ്സിൽ വരുന്നത്. മീര ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ടും അവൾ പോകുന്നില്ല. കാരണം അറിയാൻ വേണ്ടി മീര അടുത്ത് ചോദിക്കുകയാണ്. അപ്പം ശ്രുതി പറയുന്നുണ്ട്, ഞാൻ ആരെയും ഭയക്കാതെയാണ് ഇവിടെ വരെ എത്തിയത്. സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ ആരെയും ഭയന്നിട്ടില്ല. പക്ഷേ ഇന്ന് ഞാൻ ഭയക്കുക, എൻ്റെ ജീവിതം തൊലഞ്ഞു പോകുമെന്ന് ഞാൻ ഭയക്കുന്നു. അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ അയാളോട് അങ്ങനെയൊക്കെ ചെയ്തു. അവൻ്റെ ഭാര്യയും കുട്ടിയും അയാളെ ഉപേക്ഷിച്ചു പോയി. ജോലിയും നഷ്ടപ്പെട്ടു. ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുക അവൻ. പക്ഷെ മീര പറയുന്നുണ്ട്, അവന് നീ കൊടുത്ത ശിക്ഷ കറക്റ്റാ, ശരിയായിരിക്കാം. പക്ഷെ ഇന്നവൻ സത്യം വിളിച്ചു പറയുന്ന പറയുന്നേ. കല്യാണ സമയത്ത് അവൻ അങ്ങനെ ചെയ്താൽ പിന്നെ കല്യാണം നടക്കില്ല. എൻ്റെ മാനവും പോവും. പിന്നെ ഞാൻ എന്തിന് ജീവിക്കണം? അവൻ ദേഷ്യത്തിൽ പറഞ്ഞതായിരിക്കും. നീ അത് വിട്. അയാൾ സത്യം പറഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ശ്രുതി ആകെ ടെൻഷനിലാണ്. അവൾ ചോദിക്കുന്നുണ്ട്, ഞാൻ ശ്രുതിയോട് സത്യം പറയട്ടെ എന്ന്. അപ്പം മീര വീണ്ടും പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇപ്പം കാണിക്കുന്ന സ്നേഹമായിരിക്കില്ല. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ആ സ്നേഹമൊക്കെ പോവും. കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന താലി പോലും അവർ മാറ്റിവെക്കും. ഇപ്പം നിനക്കിനിപ്പം എല്ലാം അറിഞ്ഞുകൊണ്ട് ശ്രുതി നിന്നെ അംഗീകരിച്ചെന്ന് തന്നെ വിചാരിക്കുക. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും അയാളുടെ അമ്മ അത് അംഗീകരിക്കില്ല. വെറും ഒരു പൂക്കാരിയാണെന്ന് പറഞ്ഞുകൊണ്ട് രേവതിയോട് അവരെങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നമ്മൾ നേരിൽ കണ്ടതാ. നിന്റെ അച്ഛൻ മലേഷ്യയിലാണെന്നും വരാൻ പോകുന്ന കോടിക്കണക്കിന് സ്വത്തും മുന്നിൽ കണ്ടിട്ടാണ് അവർ നിന്നോട് ഇങ്ങനെ സ്നേഹത്തോടെ പെരുമാറുന്നത്. അതൊന്നുമല്ല നീയെന്നറിഞ്ഞാൽ പിന്നെ അവരെങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് പോലും നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. വെറുതെ നീ ഓരോന്ന് വിളിച്ചു പറഞ്ഞ് നിന്റെ ജീവിതവും അതിനൊപ്പം തന്നെ എൻ്റെ ജീവിതവും നശിപ്പിക്കരുത് എന്ന് ഉപദേശിച്ചിട്ടാണ് മീര എഴുന്നേറ്റ് പോകുന്നത്. അവസാനം ശ്രുതിയെ വിളിക്കണ്ടെന്ന് തന്നെ ശ്രുതി തീരുമാനിക്കുകയാണ്. അങ്ങനെ വിവാഹത്തിൻ്റെ ദിവസമായി എല്ലാവരും കൂടെ അമ്പലത്തിലേക്ക് വരികയാണ്. രേവതിയും അച്ചമ്മയും അതുപോലെ രവിയൊക്കെ കൂടെ ഒന്നിച്ചാണ് വന്നിട്ടുള്ളത്. അവർ അമ്പലത്തിലേക്ക് പോകുമ്പോൾ തന്നെ രേവതിയുടെ വീട്ടുകാരൊക്കെ അവിടെ പൂ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവരെ കണ്ടപ്പോൾ സന്തോഷത്തോടു കൂടി തന്നെ രേവതി ഓടിച്ചാടി പോവുകയാണ്. അപ്പം രവിയും മുത്തശ്ശി അച്ചമ്മയൊക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എപ്പോൾ വന്നു എന്നൊക്കെ ചോദിക്കും. ഞങ്ങൾ കാലത്ത് 4 മണിക്ക് വന്നതാണ്, എന്നിട്ട് ഒരുപാട് പൂവൊക്കെ കെട്ടി, ഇനി പിന്നെ പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി വന്നതാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരൊക്കെ പരസ്പരം സംസാരിക്കുകയാണ്. അതിനിടയിൽ രേവതിയുടെ അനിയത്തി നമ്മുടെ ശ്രീയോട് ചോദിക്കുന്നുണ്ട്, നീ ഇനി അടുത്തത് നിൻ്റെ കല്യാണമല്ലേ, നീ കല്യാണം കഴിക്കുന്നത് വർഷയല്ലേ? അപ്പം ശ്രീ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നോക്ക് വർഷ എൻ്റെ ഫ്രണ്ട് മാത്രമാണ് കേട്ടോ, ഫ്രണ്ടിന് തന്നെ പാർട്ട്ണർ ആയിക്കൂടാന്നൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവ് കളിയാക്കുന്നുണ്ട്. നീ അവളെ പ്രപ്പോസ് ചെയ്തോ? അപ്പം ശ്രീ വെറുതെ ചിരിക്കുകയാണ്. ആദ്യം തന്നെ എല്ലാവരും ഫ്രണ്ട് എന്നാണ് പറയുക, പിന്നെയാണ് പ്രപ്പോസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ദേവ് തമാശയാക്കുന്നുണ്ട്. അപ്പോഴേക്കും ശരത്ത് വന്ന് അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പം ശരത്തിൻ്റെ ഏറ്റവും വലിയ ഫാന്, ശരത്ത് ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് സച്ചിയാണെന്നൊക്കെ ദേവ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം ശ്രീ പറയുന്നുണ്ട്, ഞാൻ ആരാധിക്കുന്നത് രേവതി ചേച്ചിയാണ് എന്നൊക്കെ. അപ്പോഴേക്കും സച്ചിയുടെ കാറിൽ ചന്ദ്രയും ശ്രുതിയും ഒക്കെ വരുന്നുണ്ട്. കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ശ്രുതി എത്തിയിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് എന്നാൽ പിന്നെ ശ്രുതി നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാന്നൊക്കെ ശ്രുതി ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എന്തിനാ, നമുക്ക് അമ്പലത്തിനകത്തേക്ക് പോയിട്ട് വെയിറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ അവർ അകത്തേക്ക് നടക്കുകയാണ്. അപ്പോഴേക്കും സച്ചി കാറിൻ്റെ ഡോറും തുറന്ന് ഇറങ്ങുകയാണ്. സച്ചി ഡോറ് തുറന്നിട്ട് ദേഷ്യത്തോടെ അവരെ പിന്നാലെ പോയിട്ട് ശ്രുതിയോട് സംസാരിക്കുകയാണ്. ഹലോ, കാശ് എവിടെ? കാശോ? അതെ, കാറിൻ്റെ വാടക. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, നീ ഞങ്ങളോടും കാശ് ചോദിക്കുന്നോ? പിന്നെ അല്ലാതെ, കാറേ അത് പച്ചവെള്ളത്തിലല്ല ഡീസലാണ് ഓടുന്നേ, ഫുള്ള് AC വന്നേ, കാശെടുക്ക്. അപ്പോൾ ശ്രുതി നാണക്കേട് കൊണ്ട് തലതാഴ്ത്തുകയാണ്. അപ്പോൾ ചന്ദ്ര ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നമ്മുടെ വീട്ടിലെ കല്യാണത്തിന് ഓടിയതിനാണോ നീ കാറിൻ്റെ വാടക ചോദിക്കുന്നേ? പിന്നെ വലിയൊരു കല്യാണം, 2ാമത്തെ കല്യാണമല്ലേ? വായടക്കടാ, ആരെങ്കിലും കേട്ടാ എന്ത് കരുതും? ഒന്നും കരുതൂല. ഇവൻ കല്യാണ സമയത്ത് ഓടിപ്പോയത് നാട്ടിൽ പാട്ടല്ലേ, അതിന് ഇവൻ ആരുടെ കഴുത്തിലും താലി കെട്ടിയിട്ടില്ല. കെട്ടിയിരുന്നെങ്കിലാ 2ാം കല്യാണം ആവുക. അതിനാ പറയാ 2ാം കെട്ടെന്ന്, നാണം കെട്ടവൻ്റെ 2ാം കല്യാണം. തമ്മലോടുകൂടി ശ്രുതി ചുറ്റിലും നോക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.